നമസ്കാരം. ആശയപരമായി 1% പോലും എനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒരാളാണ് രാഹുൽ ഈശ്വർ. എങ്കിലും തെറ്റ് ചെയ്യാത്ത പുരുഷ ജീവിതങ്ങൾ ഒരു മുഴം കയറിൽ കുരുങ്ങി തീരാതിരിക്കാൻ രാഹുൽ ഈശ്വറും മുകേഷ് നായരും ചേർന്ന് അവതരിപ്പിച്ച പുരുഷ കമ്മീഷൻ എന്ന ആശയത്തോട് ഞാനും യോജിക്കുകയാണ്. ഇനി പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങൾ കൂടി പറയാം. നിങ്ങളുടെ അനുവാദമില്ലാതെ ആരെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ ഉടൻ പരാതി നൽകണം. അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുന്നത് IT ആക്ട് 66 പ്രകാരം കുറ്റകരമാണ്. ഒരു സ്ത്രീയാണ് വീഡിയോ എടുക്കുന്നത് എന്നതുകൊണ്ട് നിയമത്തിൽ അവർക്കായി പ്രത്യേക ഇളവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിയമവിരുദ്ധമായി ഒരാളെ പിന്തുടരുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോ എടുക്കുന്നതും ജാമ്യമില്ലാത്ത കുറ്റമാണ്. നിങ്ങളെ പ്രകോപിപ്പിച്ച് കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താൻ ഇത്തരം പെൺവേട്ട നായ്ക്കൾ ശ്രമിക്കാം. പരിഭ്രാന്തരാകാതെ നിശബ്ദത പാലിക്കുക. വീഡിയോ പ്രചരിക്കുന്ന ഇടങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും ലിങ്കുകളും കൃത്യമായി ശേഖരിക്കണം. ഇന്ന് ദീപക് രക്തസാക്ഷിയായെങ്കിൽ നാളെ അത് നമ്മിൽപ്പെട്ട മറ്റൊരാൾ ആകാം. ഡിജിറ്റൽ വേട്ടക്കാർ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ച് കയറുമ്പോൾ നിയമത്തിന്റെ സംരക്ഷണം നമുക്കുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. സോഷ്യൽ മീഡിയ ഒരാളുടെ ജീവിതം തകർക്കാനുള്ള ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം ആരോപണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ചിലരുടെയെങ്കിലും മാനസിക നിലയെ ഗുരുതരമായി ബാധിക്കുന്നു. ഇനി മുതൽ നമ്മൾ കരുതലോടെ ഇരിക്കുക. പുരുഷൻ എപ്പോഴും വേട്ടക്കാരനും സ്ത്രീ ഇരയുമാണെന്നുള്ള പൊതുബോധം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ദീപക് എന്ന സാധുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ്. പുരുഷന്മാരെ ഇങ്ങനെ നിരന്തരം വേട്ടയാടാൻ സ്ത്രീകൾക്ക് പ്രിവിലേജ് ഉണ്ട് എന്ന ധാരണ മാറുക തന്നെ വേണം. പുരുഷന്റെയും സ്ത്രീയുടെയും പ്രതിച്ഛായ ഒരുപോലെ പ്രധാനമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം BNS 108 വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടങ്കൽ ശിക്ഷ ലഭിച്ചേക്കാം എന്ന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും ഇത്തരം കേസുകളിൽ തെളിവുകൾ പരമപ്രധാനമാണ്. സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമായി മാറിയ വടകര സ്വദേശിനി ഷിംജിത വിദേശത്തേക്ക് കടന്നു എന്നത് ഇക്കാലത്തൊരു മഹാസംഭവമൊന്നുമല്ല. നമ്മുടെ സേന മനസ്സ് വച്ചാൽ മണിക്കൂറുകൾക്കകം ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും പ്രതിയെ തൂക്കിയെടുത്ത് ജയിലിലടയ്ക്കാൻ കഴിയും. സേനയിലെ പ്രിയ സഹോദരിമാരോട് ഈ രാക്ഷസ ജന്മം തെളിവുകൾ നശിപ്പിക്കും മുമ്പ് കൈവിലങ്ങ് വെക്കണം. ഞങ്ങൾ മനുഷ്യരാണ്. അച്ഛനായും ഭർത്താവായും മകനായും സഹോദരനായും കുടുംബത്തിന്റെ അത്താണിയായി മാറി രാപകൽ കഷ്ടപ്പെടുന്ന മജ്ജയും മാംസവുമുള്ള സാധാരണ മനുഷ്യർ. ഷിംജിത അറസ്റ്റിൽ എന്ന വാർത്ത കേൾക്കാനായി കേരളം കാതോർത്തിരിക്കുന്നു.